ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അവൽ ഇഡ്ഡലിയും അടിപൊളി ഒരു വെറൈറ്റി ചട്നിയാണ് കേട്ടോ. ആദ്യം ഇഡ്ഡലിക്കുള്ള മാവരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലി അരിയും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 5-6 മണിക്കൂറായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഉഴുന്ന്, എത്ര അരി എടുക്കുന്നോ അതിൻ്റെ പകുതി അളവിൽ ഉഴുന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ട് 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇനി ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവലാണ്. ഇവിടെ കനം കുറഞ്ഞ വെള്ള അവലുണ്ടല്ലോ, അതാണ് ഇഡ്ഡലിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഈ മാവ് അരയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഈ അവലിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കുതിർക്കണം. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കനം കുറഞ്ഞ അവലായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്കൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഈ അവലും ഉഴുന്നും കൂടിയാണ് ഒരുമിച്ച് അരയ്ക്കാൻ പോകുന്നത്. നല്ല ക്രീമി ആയിട്ട്, ഒട്ടും തരിയില്ലാതെ നല്ല ക്രീം പോലെ അരച്ചെടുക്കണം. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉഴുന്ന് എത്രത്തോളം നന്നായിട്ട് അരയ്ക്കുന്നോ ഇഡ്ഡലി അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ലൂസായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉഴുന്നിട്ട് വെച്ച് ആ വെള്ളം തന്നെയാണ് ഞാൻ അരയ്ക്കാൻ എടുക്കുന്നത്. 4-5 പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കട്ടിയായിട്ട് അരയ്ക്കാൻ പറ്റും. അത്രയും നല്ലതാണ്. അടുത്തത് ഇനി അരിയും ഉലുവയും കൂടി അരച്ചെടുക്കാം. അരിയും ഉലുവയും ഒരുമിച്ചാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒരുപാടങ്ങ് ലൂസായി പോവാതെ അരച്ച് എടുക്കണം. അരി അരയ്ക്കുമ്പം ഒരുപാട് സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ അരിപ്പൊടിയിലൊക്കെ തൊടുമ്പോൾ ഉള്ളൊരു ചെറിയ തരി പോലെ ഉണ്ടാവത്തില്ലേ, ആ ഒരു രീതിയിൽ അരച്ചാൽ മതി. ഇനി ഇത് രണ്ടും കൂടി ഇതുപോലെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് തന്നെ ചെയ്യണം. ഞാൻ ഈ കാണിക്കുന്ന ഒരു രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പം മാവ് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇതും ചെയ്യുക. ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 7-8 മണിക്കൂർ മാവ് പുളിച്ച് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നലെ രാത്രി അരച്ചു വെച്ച മാവാണ് കേട്ടോ. രാവിലെ ആവുമ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇളക്കുന്നില്ല. ആദ്യം ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് മാത്രം ഇളക്കിയെടുത്താൽ മതി. കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പെഷ്യൽ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളക്കടല ചേർത്ത ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ചൊരു ചെറിയ പിടി വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് മതിയാവും കേട്ടോ. അത് കുതിർന്ന് വരുമ്പോൾ ഇത്രയും ഉണ്ടാവും. പിന്നെ നമുക്കത് വേവിക്കാം. പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കറിലോട്ട് കടലയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വേവിക്കണം. കടല വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. പിന്നെ കടലയുടെ ചൂട് മാറിയിട്ടാണ് അത് അരച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി വെക്കാം. ഇതിൻ്റെ മാവ് കണ്ടോ, നല്ല തിക്കായിട്ട് ക്രീമി ആയിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് കാണുമ്പോൾ തന്നെ നമുക്കിത് ഇഡ്ഡലി എത്ര സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് മനസ്സിലാവും കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ആവിയിൽ വേവിക്കണം. അപ്പം ഇഡ്ഡലി തട്ടിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് മാവൊഴിച്ച് വേവിച്ചെടുക്കാം. അതാവുമ്പോഴേക്കും നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. 1/4 കപ്പ് തേങ്ങ, എരിവിനാവശ്യത്തിന് പച്ചമുളക്, ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. പിന്നെ അത് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഇഞ്ചിയുടെ അളവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി വേണം, ഒരു ചെറിയ പിടി. ഇതെല്ലാം കൂടി മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്, മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ചട്നി കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ മിക്സി ജാറിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ടു. അതിന് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ ഒഴിച്ചിട്ട് അരയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിൻ്റെ ഒരു ഉപ്പ് രസവും ഒരു ടേസ്റ്റും ഒക്കെ ആ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ അത് കുറവാണെങ്കിൽ മാത്രം വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ഇതും കടലയും നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ചട്നി കുറച്ചും കൂടി ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഞാനിത് കുറച്ച് കട്ടിക്ക് ഇച്ചിരി ക്രീമി ആയിട്ടുള്ള ചട്നി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഇനി താളിച്ചൊഴിച്ചാൽ മതി. നമ്മൾ കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കടല ചട്നി റെഡിയായി. ഇഡ്ഡലിയും ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇതുപോലെ ഇളക്കിയെടുക്കാം. അത് എടുക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. നമ്മൾ അവലല്ലേ കൂടുതൽ ചേർത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റും ഉണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാറിൻ്റെ കൂടെയൊക്കെ ആയാലും സൂപ്പറായിരിക്കും. ഈ മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ എന്തായാലും ഈ 2 റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.